ഇന്നത്തെ വീഡിയോ മൺചട്ടി എങ്ങനെ സീസൺ ചെയ്യുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ മൺചട്ടി എടുത്തിട്ട് ആദ്യം തന്നെ നല്ലോണം കഴുകി, ഇപ്പോൾ സോപ്പും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽ ഞാൻ വെള്ളം നിറച്ച് വെക്കുകയാണ്. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങളോളം കേടുവരാതെ തന്നെ മൺചട്ടി വിള്ളലൊന്നും വരാതെ മൺചട്ടി നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വെള്ളം നിറച്ച് വയ്ക്കുകയോ ഇല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയിടുകയോ ചെയ്യുക. ഞാനിപ്പോൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1-2 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിടണം. അതായത് വെള്ളം നിറച്ച് വയ്ക്കുക, അങ്ങനെ ആയാലും മതി. അപ്പോൾ അതേ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് മൺചട്ടി എടുത്തിട്ട് നമുക്ക് നന്നായി സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് അതിലൊരു കുഞ്ഞു സുഷിരങ്ങളൊക്കെ ഉണ്ടാവും, അതിനുള്ളിൽ സോപ്പൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മണം കയറും. പിന്നെ കമ്പിച്ചകിരി ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലെ നല്ല സ്ക്രബ്ബർ, സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കമ്പിച്ചകിരിയും ഇട്ട് കഴുകാൻ പാടില്ല. പിന്നെ അഥവാ ഇതിൽ കഴുകണത് ഈ വിറക് കത്തിച്ചതിൻ്റെ ചാരം ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ കഴുകാം. അതുപോലെ സ്പോഞ്ച് ചകിരി ഉപയോഗിച്ചിട്ട് തന്നെ കഴുകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ വരപ്പെടുകയൊക്കെ ചെയ്യും, പുതിയതല്ലേ. അല്ലെങ്കിലും അധികം കമ്പിച്ചകിരി ഉപയോഗിക്കാത്തതാണ് നല്ലത്. പിന്നെ കഴുകാനായിട്ട് ഗോതമ്പ് പൊടിയോ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കല്ലുപ്പിട്ടിട്ടാണെങ്കിലും ഒന്ന് ജസ്റ്റ് കഴുകി കൊടുക്കാൻ പറ്റും. മൺചട്ടി നല്ല നോൺ സ്റ്റിക്ക് പോലെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അങ്ങനെ നന്നായിട്ട് മൺചട്ടി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്തിട്ട് ഇതിൽ നമുക്ക് കഞ്ഞിവെള്ളമില്ലേ, ചോറ് വെച്ചതിൻ്റെ വെള്ളം, ആ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാം. അത് ഒരു രാത്രി ഫുള്ളും വെക്കണം. ഇന്ന് തലേന്ന് രാത്രി ഒഴിച്ച് വെച്ചാൽ നാളെ രാവിലെ നമ്മൾ ഈ വെള്ളം കളയുള്ളൂ. അതുവരെ ദേ ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇരിക്കണം. കഞ്ഞിവെള്ളം ഫുള്ള് നിറച്ച് കൊടുക്കണം. പിന്നെ മൺചട്ടി ഡയറക്റ്റ് തന്നെ നിലത്ത് വെക്കരുത്. അതിൻ്റെ അടിയിൽ ഒരു സംഭവം ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ പാത്രം ചൂടോടെ ടൈലിൽ വെക്കാൻ പറ്റാത്തൊരു സ്റ്റീലിൻ്റെയൊക്കെ, അതിൽ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം വിള്ളലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികളെ സൂക്ഷിക്കും പോലെ മൺചട്ടി സൂക്ഷിക്കണം. എന്നാലേ നമുക്ക് ഒരുപാട് കാലം മൺചട്ടി കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. എനിക്കൊരുപാട് ഇഷ്ടമാണ് മൺചട്ടിയിലൊക്കെ കറി വയ്ക്കാൻ, മീൻ കറിയൊക്കെ മൺചട്ടിയിൽ വെക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ദേ നേരം വെളുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ച് ഇന്നലെ വൈകുന്നേരം കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതാണ്. ദേ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കളഞ്ഞിട്ട്, ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് കടലപ്പൊടി ഇട്ടിട്ട് തന്നെ കഴുകിയെടുക്കാം. കുറച്ച് ക്ഷമയോടുകൂടി ഇങ്ങനെ മൺചട്ടി സീസൺ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വർഷം നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴും കടലപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ മൺചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയിട്ട് തരികയാണ്. അഥവാ നിങ്ങൾ പുറത്ത് കടയിൽ പോയി എടുക്കുകയാണെങ്കിലും നല്ല മൺചട്ടി നോക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ നല്ലോണം അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ കൊട്ടുമ്പോൾ നല്ല മുഴക്കമുള്ള സൗണ്ട് കേൾക്കും. അങ്ങനെയാണ് മൺചട്ടി നല്ലതാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക. വിരലുകൊണ്ട് ഇങ്ങനെ കൊട്ടി നോക്കില്ലേ, വിരലുകൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി നോക്കുമല്ലോ, അങ്ങനെ നോക്കുമ്പോൾ നല്ല മുഴക്കം ഉണ്ടാവും. അപ്പോൾ കഴുകിയെടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് തുടച്ചെടുക്കാം. നല്ല ഉണങ്ങിയ ഒരു നല്ല കോട്ടൺ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് മൺചട്ടി ഉള്ളിലും അതിൻ്റെ ബാക്ക് സൈഡൊക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ. തുടച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിലും തടവി കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചട്ടിയിൽ ഫുൾ എല്ലാവിടെയും തേച്ച് കൊടുക്കാം. ചുറ്റും നന്നായി വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1-2 മണിക്കൂർ ഒരു ഇളം വെയിൽ കൊള്ളാനായിട്ട് വെക്കാം. നല്ല വെയിലല്ല, രാവിലത്തെ വെയിൽ 1-2 മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ തന്നെ മതിയാവും. 1-2 മണിക്കൂർ വെച്ചാൽ തന്നെ നമ്മുടെ മൺചട്ടി സൂപ്പറായിട്ടുണ്ടാവും. സീസണിങ് ഒക്കെ ഒരു 40% കഴിഞ്ഞു എന്നുള്ളതാണ് പറയാം. അപ്പോൾ അതെ ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് വെയിലത്ത് കൊണ്ട് വെക്കട്ടെ. വെയിലത്ത് കുറച്ച് നേരം, അതായത് 1-2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. നമുക്ക് പിന്നീട് അങ്ങനെ ഉപയോഗിക്കാനുള്ള സീസണിങ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചതാണ്. ഡയറക്റ്റ് വെക്കാൻ പാടില്ല, കാരണം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ വിള്ളൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൺചട്ടി ഞാൻ വെയിലത്തൊക്കെ വെച്ച് ഒരു 1-2 മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പം നമുക്കിനിത് ഉപയോഗിച്ച് തുടങ്ങാം. വേറെ ഒന്നുമില്ല, നല്ല മൺചട്ടി സീസണായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ
സവോള ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതെ നോൺ സ്റ്റിക്ക് പോലെ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ഞാൻ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെയാണ് മൺചട്ടി അടുപ്പിൽ വെച്ചത്. അപ്പം തന്നെ അതിൽ നിന്ന് ഇങ്ങനെ, അതായത് നമ്മൾ തേച്ച് പിടിപ്പിച്ച എണ്ണയും അതിൻ്റെ ഒരു സോഫ്റ്റും എല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതുപോലെ എല്ലാവിടെയും ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ചുറ്റിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഈ സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവിടെയും തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഒരു സവോള നല്ലോണം വഴറ്റിയെടുക്കുക. ആ സവോള നമുക്ക് ഉപയോഗിക്കേണ്ട. ഫസ്റ്റ് എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്കത് വേണ്ട. ഇപ്പോൾ സവോള തന്നെ ഉപയോഗിക്കണമെന്നില്ല, വഴുതിരിങ്ങ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സവോളയാണ് എടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. സ്റ്റീലിൻ്റെ തവിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ നോൺ സ്റ്റിക്ക് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുക, സ്റ്റീലിൻ്റെ ഒന്നും ഉപയോഗിക്കില്ലല്ലോ. നമ്മൾ വുഡിൻ്റെയോ ഇല്ലെങ്കിൽ മറ്റേ ചിരട്ട തവിയോ അങ്ങനെയൊക്കെയല്ലേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ വുഡിൻ്റെ തന്നെയാണ് തവി ഉപയോഗിക്കുന്നത്. അങ്ങനെ സവോള നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ മൺചട്ടി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ സവോള എടുത്ത് കളയാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ആ കറിവേപ്പിലയാണ് എടുത്തത്. കറിവേപ്പിലയും നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് അതും നമുക്ക് ഉപയോഗിക്കേണ്ട, അതും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മൺചട്ടി ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെയിട്ട് പൊട്ടിക്കുക അല്ലാതെ ഇത് പൊട്ട് ഒന്നും ചെയ്യില്ല. അടിഭാഗം വിള്ളൽ വരെ ഇങ്ങനെ പൂപ്പൽ വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് സീസൺ ചെയ്തിട്ട് കുറേ തവണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് തന്നെ. നല്ല നല്ല മൺചട്ടിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സീസൺ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വറുത്ത ഇലയും ഞാൻ കളയാൻ പോകണം. ഇനി ഞാനിതേ ഫസ്റ്റ് ടൈം കറി വയ്ക്കാൻ പോവുകയാണ്. നല്ലൊരു മീൻ കറിയാണ് വയ്ക്കാൻ പോണത്, മത്തിക്കറി. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ എത്ര നീറ്റായിട്ട് അടിപൊളിയായിട്ടാണ് സീസൺ ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. മൺചട്ടി കുറച്ച് ക്ഷമയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സീസണായിട്ട് തന്നെ കിട്ടും. അതായത് ഒരു 2 ദിവസം ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ മീൻ കറി വെച്ചിട്ട് വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. മീൻ കറി റെഡി.